സ്തോത്രം കർത്താവേ. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു. എത്ര പേർ ചേർന്ന് ദൈവത്തോട് പറയും, കർത്താവ് ഇന്ന് രാത്രി ഒത്തിരി ഭാരങ്ങളും വേദനകളും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ആരാധനയെ തടയുന്ന, എന്റെ സ്തോത്രത്തെ തടയുന്ന ഒത്തിരി കാരണങ്ങൾ എന്റെ ജീവിതത്തിന്റെ പടകിന് നേരെ അടയടിച്ചു വരുമ്പോൾ രാത്രി അതിരം തുറന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഒന്നിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യങ്ങൾ പറയുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് രാത്രി അപ്പന് മനസ്സിൽ തോന്നിയാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കരുണയുള്ള ഒരു പിതാവ്. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ശബ്ദമായി പറഞ്ഞേ, പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും. ആമേൻ സ്തോത്രം. God will fight for you. അവൻ നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം, യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ആമേൻ സ്തോത്രം എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം ഇടപെടും. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. വന്നു പോകുന്ന ഒരു ആത്മസാന്നിധ്യം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഇറങ്ങി വരും. കാര്യസാധ്യം കഴിഞ്ഞ് മടങ്ങി പോകും. അതായിരുന്നു പഴയ നിയമത്തിൽ ദൈവാത്മാവിന്റെ ആമേൻ പ്രത്യേകത. അവൻ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു, ആമേൻ സ്തോത്രം, ഫോർ അസ് അല്ല, വിത്ത് അസ്, നമുക്ക് വേണ്ടിയല്ല, അവൻ നമ്മോട് കൂടെ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ, കർത്താവ് നമ്മോട് കൂടെ. അവൻ യേശുവിന്റെ പേരിന്റെ അർത്ഥം അങ്ങനെയാണ്. അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. അതിന്റെ അർത്ഥം നമ്മോട് കൂടെ, എന്നോട് കൂടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. എന്നാൽ സഭയുടെ അവൻ സ്തോത്രം അവൻ കാലം വന്നപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞത് അവൻ ഫോർ അസ്, ഹല്ലേലൂയ, എന്നല്ല, അവൻ വിത്ത് അസ് എന്നല്ല, ഹല്ലേലൂയ, അവൻ സ്തോത്രം നമ്മോട് കൂടെ എന്നല്ല, അവൻ ഇൻ അസ്, നമ്മളിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മേൽ, നമ്മോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുകയാണ്. ഹല്ലേലൂയ. വന്നു പോകുന്ന ഒരു സാന്നിധ്യമല്ല, ഹല്ലേലൂയ, കൂടെ ഇരിക്കുന്ന ഒരു സാന്നിധ്യമല്ല. അവൻ നമ്മുടെ മേൽ ഇറങ്ങി നമ്മുടെ മേൽ ആവസിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ, ആ വാഞ്ചയുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറയട്ടെ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം എന്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ DL മൂടിയുടെ മേൽ പകർന്നത് പോലെ ഒരു ദൈവ സാന്നിധ്യം എന്റെ മകന്റെ മേൽ ഇറങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തോത്രം. അന്യഭാഷകളിൽ ദൈവത്തെ സ്തോത്രം ചെയ്ത്, ആത്മാവിൽ ദൈവത്തെ സ്തോത്രം ചെയ്ത്, ദൈവ സാന്നിധ്യം പകരപ്പെടട്ടെ, കർത്താവിന്റെ കൃപ പകരപ്പെടട്ടെ. ഇന്ന് രാത്രി തന്റെ മകന്റെ പേര് തന്റെ കുടുംബത്തിൽ ചാർച്ചക്കാരിൽ പല പ്രിയപ്പെടില്ലാത്തൊരു മഹാഭാഗ്യം ദൈവം തന്റെ മകളുടെ ജീവിതത്തിൽ കൊടുത്തു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ, കർത്താവിനെ അറിയുവാൻ, യേശുവിനെ അറിയുവാൻ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് അവനൊരു വെളിച്ചം പകർന്നു. അവൻ കർത്താവിന് കൃപ കൊടുത്തു. ആ വെളിച്ചത്തിൽ നിൽക്കുവാൻ അവൻ കർത്താവ് കൃപ നൽകുവാനായി അവൻ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിച്ചു. അവൻ തനിക്കെതിരെ, തന്റെ കുടുംബത്തിനെതിരെ, തന്റെ നന്മകൾക്കെതിരെ, തന്റെ വിശ്വാസത്തിനെതിരെ പോരാടി നിൽക്കുന്ന ദുഷ്ടപോരികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജീസസ്. പരിശുദ്ധ കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നടുവിൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് രാത്രിയിലേക്ക് കർത്താവ് തൊട്ട് സൗഖ്യമാക്കി വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കർത്താവ് ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണാൻ പോകാൻ സ്തോത്രം പറയുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ.